this is Mia Janasan, second year MBBS student at Tashkent State Medical University. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എന്നോട് ഒന്ന് രണ്ട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത്, അവിടുത്തെ ഫീസൊക്കെ എങ്ങനെയാണ്, പിന്നെ എനിക്ക് എങ്ങനെയാണ് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് എന്നല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഇത് പിന്നെ കുറച്ച് ലോങ്ങായിരിക്കും, കാരണം കുറച്ചധികം പറയാനുള്ളത് കൊണ്ട്. അപ്പോൾ വേണ്ടാത്ത ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ. പിന്നെ അതല്ലാതെ മെയിനായിട്ട് നോട്ട് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ, ഈ റൂമിൽ ചിലപ്പോൾ എക്കോ അടിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് AC ഇട്ടിരിക്കുന്നതുകൊണ്ട് മൂക്ക് അടഞ്ഞിരിക്കുകയാണ്. സോ ഒച്ച ഭയങ്കര പൊട്ടയായിരിക്കും, എന്ന് പറഞ്ഞാൽ ഈ തത്ത പോലത്തെ ഒച്ചയായിരിക്കും. സോ അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് പറയുവാണെങ്കിൽ ഞാൻ +2 കഴിഞ്ഞപ്പോൾ തന്നെ നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നല്ലോണം ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പോയാൽ എനിക്ക് എങ്ങനെയാണ് എക്സാം എന്ന് ഒന്നും അറിയത്തില്ല. ജസ്റ്റ് പോയി എഴുതി നോക്കാമെന്ന് വെച്ച് പോയതാണ്. ഞാൻ ആദ്യമൊക്കെ +2 കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ആ നീറ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ +1 +2. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ നിന്നിട്ടില്ല. എന്നിട്ട് ഞാൻ നേരെ പോയി എഴുതി. ഓൾറെഡി ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു നീറ്റിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫസ്റ്റ് വെറുതെ എഴുതിയപ്പോൾ തന്നെ ക്വാളിഫൈഡ് ആയി. കാരണം എനിക്ക് കണ്ട ബയോളജിയൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പഠിച്ച ക്വസ്റ്റ്യനൊക്കെ നമ്മളുടെ മുമ്പിൽ കിടന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യാതെ വന്നതായിരുന്നു മിക്കതും. അപ്പോൾ ഞാൻ ഓർത്തു ബയോളജിയൊക്കെ അപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ എനിക്ക് ബയോളജി എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫിസിക്സൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതെന്ത് വരുന്നതെന്ത് ആ ഒരു അവസ്ഥയായിരുന്നു നീറ്റിന് പോയപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ +1 +2 ഫുള്ള് ഡെറിവേഷൻസ്, കുറച്ച് ലോസ്, ഇക്വേഷൻസ് എല്ലാം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതിവിടെ ഫുള്ള് അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയല്ല, നമുക്ക് ഒരു ബേസിക് കിട്ടി, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് വരുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ, ഇങ്ങനെയാണ് ആ എക്സാം ഉള്ളത് എന്ന് നമുക്കൊരു ഫുള്ളി നോളേജ് ഫസ്റ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ അങ്ങനെ നീറ്റ് എഴുതിയിട്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ക്വാളിഫൈ ആയല്ലോ, അപ്പം പിന്നെ ഒന്നും കൂടെ നല്ലോണം ശ്രമിച്ച് ഒരു 1 ഇയർ ഒക്കെ കൊടുത്ത് ശ്രമിച്ചെടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ആ എക്സാം പാസ്സാവുമെന്ന് വെച്ചിട്ട് ഞാൻ കോട്ടയത്ത് സൈലത്തിൽ പോയി ചേർന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. ഞാൻ കോട്ടയത്ത് ദിവസവും അന്നും പോയി നിൽക്കുമായിരുന്നു. അതെന്ന് പറയുമ്പോൾ എനിക്ക് 1 ഡേ ലീവായിരിക്കും, ഒന്നിടവിട്ടായിരിക്കും എൻ്റെ ക്ലാസ് ഉള്ളത്. സോ ഞാൻ ഡേ സ്കോളറായിട്ട് ഒരു ദിവസം പോവും, അടുത്ത ദിവസം നമ്മളെ വീട്ടിൽ നിന്നായിരിക്കും പഠിക്കുന്നത്, അടുത്ത ദിവസം പോവും. അങ്ങനെയായിരുന്നു. അതെനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ അപ്പം എനിക്ക് ഹോം സിക്നെസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും വർഷം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒട്ടും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ അതുമാത്രമല്ല, ഞാൻ മനഃപൂർവ്വം പോകാഞ്ഞതാണ്. എൻ്റെ കസിൻ്റെ വീട് കോട്ടയത്തുണ്ടായിട്ട് പോലും ഞാൻ അവിടെ പോലും പോയി നിന്നിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ബസ് കയറി രാവിലെ പോവും, ബസ് കയറി രാത്രി വരും. അങ്ങനെ ആ ഒരു ഇയർ ഫുള്ള് എൻ്റെ ഡേ സ്കോളറായിട്ടുള്ള നീറ്റ് റിപ്പീറ്റർ അങ്ങനെ പോയി കിട്ടി. പിന്നെ എക്സാം വന്നു. എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ രജിസ്റ്റർ ആയില്ല. സോ എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഫുള്ള് വീണ്ടും ചോദിച്ചിട്ടായി ഇനി വീണ്ടും നീറ്റ് റിപ്പീറ്റിന് പോകണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കണോ. പക്ഷേ എൻ്റെ തലയിൽ വേറൊരു കോഴ്സ് എന്നുള്ള ചിന്തയേ ഇല്ല. കാരണം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് നേഴ്സ് ആവണോ വേണ്ട, പാരാമെഡിക്കലിന് പോകണോ വേണ്ട, എന്ത് ചോദിച്ചാലും വേണ്ട, എഞ്ചിനീയർ പോകണോ വേണ്ട. എനിക്ക് അപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഇതിനായിരിക്കും. അത് ഞാൻ എക്സാം എഴുതി പോയില്ലെങ്കിൽ വേറെ പുറത്തു പോകും. അപ്പോഴേ എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഓൾറെഡി +2 കഴിഞ്ഞപ്പോഴേ പുറത്തു പോകാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ നോക്കിയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ ഞാൻ ചൂസ് ചെയ്തതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അപ്പോൾ ഇങ്ങനെ നോക്കാൻ നേരത്ത് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രി ആണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ആണ് ഉസ്ബെക്കിസ്ഥാൻ കിട്ടിയത്. പിന്നെ എനിക്കിങ്ങനെ ഫുള്ള് ഇത് വരുമല്ലോ, എന്താ പറയുക, പരസ്യങ്ങൾ വരാതെ നേരത്ത് അതിനകത്ത് ഫുള്ള് ഉസ്ബെക്കിസ്ഥാൻ, താഷ്കന്റ് അതിനെ പറ്റിയിട്ട് കുറേ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഫോറിൻ ഡിഗ്രിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കോളേ ഫ്രണ്ടോ കോളേ ഡോക്ടറോ അതൊക്കെ കാണും. അതിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ +2 കഴിഞ്ഞ ടൈമിൽ. അപ്പോൾ ഞാൻ ഇതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല, പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടില്ല, പുറത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ ഇതെല്ലാം റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇതുണ്ട്, പുറത്ത് ഇങ്ങനെ പോവാം എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഫസ്റ്റത്തെ എക്സാം അങ്ങനെ എഴുതാൻ പറ്റാതെ പോയപ്പം ഞാൻ അടുത്തത് കുറേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഗൈഡെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വീണ്ടും റിപ്പീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സത്യത്തിൽ ഇത് റിപ്പീറ്റാണ്, എഴുതാൻ പറ്റാഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ ഫിസിക്സിന് ഗൈഡ്, കെമിസ്ട്രിക്ക്, ബയോളജിക്ക്, പിന്നെ ബബിൾ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ മാർക്ക്, പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ വരികയും ചെയ്തു. ഇതിൽ ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല. പക്ഷെ വന്ന ആ ടൈമിൽ തന്നെ ഞാനിങ്ങനെ വീണ്ടും നോക്കാൻ തുടങ്ങി, ഉസ്ബെക്കിസ്ഥാനിൽ പോയാലോ,
പക്ഷേ ഇതൊന്നും ഞാൻ വീട്ടുകാരായിട്ട് ഷെയർ ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കും. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറയുമായിരുന്നു, ഇന്ന കണക്ക് ഈ നോക്കിയിട്ട് ഇനി കാര്യമില്ല, നമുക്ക് ഇന്ന കണക്ക് പുറത്തോട്ട് കൂടെ ട്രൈ ചെയ്യാതെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ആവറേജ് ലേണറാണ്. എന്ന് പറഞ്ഞാൽ ആവറേജ് പഠിക്കും, ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പഠിക്കും. ഒരുപാടങ്ങ് പഠിച്ച് ഫുള്ള് വാങ്ങണമെന്ന് എനിക്കില്ല, ഒട്ടും പഠിക്കാതെ ലോ ആയി കിടക്കണമെന്ന് എനിക്കില്ല. ഒരു മിഡിലിൽ പോയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് 9ാം ക്ലാസ് വരെ. എന്നെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 7th വരെ പഠിച്ചത് CBSE ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് CBSEന്ന് സ്റ്റേറ്റിലോട്ട് ഞാൻ പോയി. എന്ന് പറഞ്ഞാൽ 8th 9th 10th ഞാൻ സ്റ്റേറ്റിൽ പോയി. അപ്പോൾ പെട്ടെന്ന് CBSE ഇത്ര നാൾ പഠിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, അപ്പോൾ നമുക്ക് കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ പഠിച്ച പോലെയല്ല, ബുക്കിലുള്ളതല്ല, അതിൻ്റെ അപ്പുറത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ വരും. അത് മാത്രമല്ല, ഞാൻ 8th ചെന്ന് 1 ഇയർ 8th ഞാൻ അവിടെ പഠിച്ചിട്ടില്ല. 8th പിന്നെ ഞാൻ പഠിച്ചു. 8th ലാസ്റ്റ് ആയപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ ആഹാ സൂപ്പർ, സ്കൂൾ അടച്ചു. 9th ഞാൻ കണ്ടിട്ടേ ഇല്ല, പടിവാതിലൊന്നും കണ്ടിട്ടേ ഇല്ല, സ്കൂളിൽ പോയിട്ടില്ല, ഫുള്ള് വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. 10th എത്തിയപ്പോൾ ഒരു നവംബറൊക്കെ ആയപ്പോഴാണ് ഞങ്ങളുടെ സ്കൂൾ തുറന്നത്. കോവിഡെല്ലാം മാറി സ്കൂൾ തുറക്കുന്നത് നവംബറിലാണ്. അപ്പോൾ നമ്മൾ ചെന്നു, പിന്നെ കണക്ക് അവർ ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ അപ്പം എനിക്ക് തോന്നിയാന്ന് പിന്നെ പഠിക്കാം, കാരണം എൻ്റെ അതേ ഏജിലുള്ള ഒരു കസിൻ എനിക്കുണ്ട്. സോ ഞങ്ങൾക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ്സിലെ മാർക്ക്. കാരണം 10ാം ക്ലാസ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതാണല്ലോ, 10ാം ക്ലാസ് ആണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത്, 10ാം ക്ലാസ് ആണ് എന്ന് പറഞ്ഞ് നമ്മളുടെ തലയിൽ അത് ഇൻജെക്റ്റ് ചെയ്ത് തന്നിരിക്കുക. അപ്പം നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ കുറച്ച് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങാം എന്ന് ഞാനും ചിന്തിച്ചു. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷനൊന്നും ഇല്ല, പക്ഷെ ഞങ്ങളുടെ പാരൻസ് ഓൾറെഡി നമ്മളോട് ചോദിക്കും, ഓൾറെഡി റിസൾട്ട് വരുമ്പോൾ അവർക്ക് ഇത്രയും മാർക്ക് കണ്ട് അവളെ കണ്ട് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരും, അല്ലെങ്കിൽ ഒരു കമ്പയറിങ് വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഇരുന്നങ്ങ് പഠിക്കാൻ തുടങ്ങി. എനിക്കറിയാൻ മേല, ഞാൻ ഇരുന്നങ്ങ് പഠിക്കാമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകത്തില്ല. എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ലീവ് എടുക്കും. അതെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോയെങ്കിലും എനിക്ക് സ്കൂളിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരുമ്പോൾ അത്രയും കുട്ടികൾക്ക് ഒരുമിച്ച് പറഞ്ഞു തരുമ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പഠിക്കത്തില്ല. ഞാൻ അവിടെ വെറുതെ പോയിരിക്കും, ഉറങ്ങും, തിരിച്ചു വരും. ഇതാണ് എൻ്റെ പരിപാടി. പക്ഷേ എന്നിട്ട് എനിക്കായിട്ട് ഞാൻ ടൈം കണ്ടെത്തിക്കൊണ്ടിരുന്നത് ശനി ഞായർ മാത്രം പഠിച്ചാൽ തീരത്തില്ല, 10th ഒരു വിധത്തിലും പോകത്തില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെനസ്ഡേയിലും ചില ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ ലീവ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ലീവ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ലീവായി, പിന്നെ വീട്ടിൽ ഇരിക്കും, പഠിക്കും. അപ്പോൾ വീട്ടുകാർ നോക്കുമ്പോൾ ഞാൻ പഠിക്കത്തില്ല. എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടുകാരെ കാണിച്ചുകൊണ്ട് പഠിക്കത്തില്ല. അത് കാണിച്ചുകൊണ്ട് മീൻസ് ഇപ്പോൾ വീട്ടുകാരുണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പതുക്കെ അടക്കം പറയുന്ന കണക്ക് പഠിക്കും. എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒച്ചയിൽ വായിച്ച് പഠിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒച്ചയിൽ വായിച്ച് പഠിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് എൻ്റെ അച്ഛനോ അമ്മയോ വന്നാൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങും. അതാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. 10th എക്സാം കഴിഞ്ഞു, റിസൾട്ട് വരുന്ന ദിവസം എൻ്റെ കൺമുന്നിൽ ഇപ്പോഴും ഉണ്ട് ആ ദിവസം. ഞാൻ ഇങ്ങനെ ഓർത്ത് ഫുൾ A+ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഞാൻ വായിച്ചു കൊടുക്കി A+, ഇങ്ങനെ പറയാനത് ലാസ്റ്റ് ഒരു ഞാൻ ഇങ്ങനെ എന്ത് അതും മാത്സിന്. എനിക്കൊന്നും പറയാനില്ല. ഞാനാണെങ്കിൽ കിളി പോയ എൻ്റെ ആയിട്ടാണെങ്കിൽ വീട്ടിൽ വന്ന് ബെല്ലടിയായി, ഫോൺ വിളിയായി, കസിൻസ് വിളിയായി. അപ്പോൾ ഓൾറെഡി അപ്പുറത്ത് ഇരിക്കുന്ന കസിൻസിന് ഫുൾ A+ കിട്ടി. അപ്പോൾ എനിക്കിവിടെ 9 A+ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്കപ്പോൾ ഞാൻ ആലോചിക്കുക റീവാലുവേഷന് കൊടുക്കണോ ഒന്നും മനസ്സിലാവുന്നില്ല. അന്നാണെങ്കിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫുഡൊന്നും കഴിക്കാതെ റിസൾട്ട് വരുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ 9 A+ കിട്ടി, എല്ലാം അറിഞ്ഞു, എല്ലാം ഓക്കെ സെറ്റായപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു മെസ്സേജ് വന്ന് 9 A+ കിട്ടിയവരും 8 A+ കിട്ടിയവരും 10 A+ കിട്ടിയവരും നാളെ വരാൻ നേരത്ത് ഫോട്ടോയും കൊണ്ട് സ്കൂളിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ല. അപ്പോൾ എന്തായാലും പുതിയ ഫോട്ടോ കൊടുക്കണമല്ലോ, അതെന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യും, സൈക്കിളിൽ സ്റ്റുഡിയോയുടെ അങ്ങോട്ട് വാ, അമ്മ അവിടുന്ന് സ്റ്റുഡിയോയിലോട്ട് വരാമെന്ന് പറഞ്ഞ്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റുഡിയോയിലോട്ട് വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും അങ്ങോട്ട് ചെന്ന് ഫോട്ടോ എടുത്തിങ്ങനെ അവരിങ്ങനെ ഫോട്ടോ
ലാമിനേറ്റ് മറ്റേ ഫ്രെയിമൊക്കെ ചെയ്തില്ല, എന്തോ അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് തരത്തില്ലേ. ആ ടൈമിൽ എന്നെ ഒരു കസിൻ മാമ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ നേരത്ത് എന്നോട് ചോദിച്ച് എന്താണ് മാർക്ക്, 9+ ഒക്കെ ഇല്ലേ, ചിലവ് വേണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഓ തരാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ ഈ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലെ മറ്റേ ചില്ല് പോലത്തെ മറ്റേ ഇത് ഡോറല്ല, കയറി വരുന്ന ഭാഗം ചില്ലിട്ടതാണ്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചാരി ഇരുന്നോണ്ടാണ് ഫോൺ വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ അയാളോട് സംസാരിക്കാൻ നേരത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ ഇതാ പോണ് പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കണമായിരുന്നു. പല്ലി ഒട്ടുന്ന കണക്ക് ആ ചില്ലയിൽ ഇങ്ങനെ ഒട്ടി 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 വന്ന് ഞാൻ ഇങ്ങനെ ബോധം കേട്ട് താഴെ വീണ്. അത് പറഞ്ഞാൽ എൻ്റെ കിളി പോയി. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കണ്ണു ഉറക്കാൻ നേരത്തെ എൻ്റെ അമ്മ ഇങ്ങനെ ലഡ്ഡു വെച്ചോണ്ട് വേണോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ലാസ്റ്റ് എന്നെ ആ സ്റ്റുഡിയോ ചേട്ടാ വഴക്ക് പറഞ്ഞു. എന്നോട് പറഞ്ഞു നിനക്ക് തല കറങ്ങുന്നുണ്ടെങ്കിൽ പറയാൻ മേലേ, ചില്ലിൽ പോയി ഒട്ടിയിരുന്ന് ചില്ലങ്ങാനും പൊട്ടി കഴിഞ്ഞ് മുഖത്തോലും കുത്തിക്കറി എന്ത് ചെയ്തേനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് കിട്ടി നല്ലത്. അപ്പോൾ ഞാൻ ഓർത്തു എന്താ ഇത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ ഫുള്ളി പോയി. 10 കഴിഞ്ഞപ്പോൾ പോയി ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഓക്കെ റിവാലുവേഷന് കൊടുത്തു നോക്കി, ഒരു ഇതും നടന്നില്ല. അവിടെ തന്നെ കിടന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഓഹോ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, +1 +2 പഠിക്കാം. അന്ന് വേറൊരു സയൻസ് ബാച്ച് കിട്ടി. അത് നമ്മൾ ഇത് വെച്ച് ഏത് സ്കൂളാണോ അതേ സ്കൂളിൽ തന്നെ കിട്ടി. വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് സ്കൂളിൽ തന്നെ കിട്ടണമെന്ന് തീരുമാനിച്ച് കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളവിടെ സയൻസ് പഠിക്കാൻ തുടങ്ങി. പിന്നെ ടീച്ചേഴ്സിനെല്ലാം ഞാൻ കണ്ണിലുണ്ടിയായിരുന്നു. എൻ്റെ സ്വഭാവം കൊണ്ട് എല്ലാവർക്കും എന്നെപ്പറ്റി നല്ല മതിപ്പായിരുന്നു. എനിക്ക് ഓർക്കാനേ വയ്യ എൻ്റെ +1 +2 ജീവിതം. അങ്ങനെ ഞാൻ +1 +2 +1 ഒക്കെ ആയപ്പോൾ എനിക്കൊരു 4A+, 2A കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സുവോളജി സാറിൻ്റെ അതേ സ്ഥലത്താണ് ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അന്ന് A+ കിട്ടിയിരുന്നത് ഇംഗ്ലീഷിനില്ലായിരുന്നു തോന്നുന്നു. മലയാളത്തിന്, കെമിസ്ട്രിക്ക്, മാത്സിന്, ബയോളജിക്ക് ഈ 4 കിട്ടിയത്. ഇംഗ്ലീഷിനും ഫിസിക്സിനും എനിക്ക് കിട്ടിയില്ല. നമ്മളപ്പോൾ ഇതെന്താ അതിന് പറയാം, റീടെസ്റ്റ് പോലെ എഴുതത്തില്ലേ, അത് എഴുതിയായിരുന്നു. അങ്ങനെ അത് എഴുതിയിട്ട് വീണ്ടും അതേ സെയിം മാർക്ക് തന്നെയാണ് എനിക്ക് അതിൽ കിട്ടിയത്. പിന്നെ ഞാനതങ്ങ് വിട്ട് അടുത്ത വർഷം അതും കൂടെ കയറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ +2 ഒക്കെ എത്തിയപ്പോൾ ഞാൻ ആ പുള്ളിക്കാരൻ്റെ അവിടുന്ന് ട്യൂഷൻ നിർത്തിയപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് എന്നോട് വന്ന് പറഞ്ഞ് പണ്ട് +1 4A+ എങ്കിലും ഇല്ലായിരുന്നോ, +2 നോക്കിക്കോ അതും കിട്ടാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു ടോക്കൊക്കെയാണ് നമ്മളോട് അടിച്ചുകൊണ്ടിരുന്നത് ടീച്ചേഴ്സ്. എന്നിട്ട് വന്ന് പറയും ഈ ബയോളജി മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് MBBS വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബയോളജി ഇഷ്ടമാണെങ്കിൽ വല്ല ഡിഗ്രി കോഴ്സിന് പോവോ, ബോട്ടണി പോവോ, അല്ലെങ്കിൽ സുവോളജി എടുത്ത് പോവോ. അങ്ങനത്തെ കുറച്ച് കുത്തുവാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ MBBS ഒക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ 5 മണിക്കൂർ എക്സ്ട്രാ പഠിക്കണം. നമ്മൾ +1 +2 പഠിക്കുന്ന പോരാഞ്ഞിട്ട് 5 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു കാരണം എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളായിരുന്നു അതിനെപ്പറ്റിയിട്ട് +1 +2 പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇവരുടെ ഈ ഇത് കേട്ടിരുന്നിട്ട് ശരിയാവത്തില്ല, എങ്ങനെയായാലും +1 +2 എല്ലാത്തിനും തകർത്തടിച്ച് മാർക്ക് വാങ്ങണമെന്ന് വെച്ചിട്ട് ഇരുന്നങ്ങ് പഠിച്ച്. അപ്പം ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് +1 മാത്സിന് A+ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ +2 എത്തിയപ്പോൾ മാത്സിന് അധികം ശ്രദ്ധ കൊടുത്തില്ല. അത് മാത്രമല്ല എനിക്ക് മാത്സ് കണ്ണെടുത്താൽ കഴിയുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല സാധനം. എന്തോ അത് ഇൻ്റഗ്രല്, മൾട്ടിപ്പിള്, എന്താ പറയുക, ഡിഫറൻസ്, ഒരുമാതിരി തേഞ്ഞ സബ്ജക്റ്റ് മാത്സ്. ഇനി മാത്സ് ലവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് കണ്ണെടുത്താൽ കണ്ടുകൂടാ സബ്ജക്റ്റ്, അത്രേ ഉള്ളു. അങ്ങനെ ആ ഒരു പൊട്ട സാധനം ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. അതും എന്തൊക്കെയായിരുന്നു ഇങ്ങനെ വരയ്ക്കുന്ന സാധനമില്ലേ ഇൻ്റഗ്രല്, ഓർക്കാനേ വയ്യ. അങ്ങനെ അതൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ +2 മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച 3 സബ്ജക്റ്റാണ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. ഇതിനെ ഞാൻ തച്ചിരുന്ന് പഠിച്ച് ലാസ്റ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ എനിക്ക് അവിടെ നിന്ന് തുള്ളിച്ചാടാൻ തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിൻ്റെയും ആൻസർ അറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ തരത്തില്ലേ, അതിൻ്റെ വരെ ആൻസർ എനിക്കറിയാം. അതുമാത്രമല്ല എനിക്ക് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അതിന് A+ കിട്ടണമെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇയർ ഓൾറെഡി ഫിസിക്സിന് 61 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സെക്കൻഡ് ഇയർ വരുമ്പോൾ ഫുള്ള് ഇപ്പോൾ 80ൽ 80 വാങ്ങുവാണെങ്കിൽ എനിക്ക് എങ്ങനെ ഒരു മാർക്ക് എനിക്ക് കുറഞ്ഞാലും അല്ലെങ്കിൽ 80ൽ 79 കിട്ടിയാലും എനിക്ക് എന്തുവാ അത് ടാലി ആയിട്ട് A+ കയറും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് 1 മാർക്ക് പോലും പോലേന്ന് പറഞ്ഞിങ്ങനെ പഠിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോയി, എനിക്ക് അറിയത്തില്ല, അതിന് ഉത്തരം അറിയാത്തതുകൊണ്ട് ഞാനതങ്ങ് എന്ത് ചെയ്ത് വിട്ട്. അപ്പോൾ ഞാൻ തോന്നാല് A+ ഉണ്ട് എന്നും പറഞ്ഞിരുന്ന് പഠിച്ചെന്നല്ല എഴുതി വരാൻ നേരത്തെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു
ഇക്വേഷൻ്റെ ഡെറിവേഷൻ അങ്ങ് തെറ്റി. വാ, എന്നിട്ട് ഞാൻ തെറ്റിയപ്പോൾ അത് വീണ്ടും എഴുതാനുള്ള ടൈം എനിക്കില്ലായിരുന്നു. സോ ആ ഡെറിവേഷൻ ഞാൻ വെട്ടി. അത് പറഞ്ഞാൽ അത് ജസ്റ്റ് ആ ഡെറിവേഷൻ അവിടെ കിടന്നിരുന്നെങ്കിൽ എനിക്കത് മാർക്ക് കിട്ടിയത് 2 മാർക്കെങ്കിലും കിട്ടിയത്. ഞാൻ അതങ്ങ് ഒരു വെട്ടി 3 മാർക്കിൻ്റെ ഡെറിവേഷൻ ആയിരുന്നു. അതങ്ങ് ഞാൻ വെട്ടിക്കൂട്ടി ഓരിയിട്ട്. അപ്പോൾ ഓൾറെഡി 4 മാർക്ക് പോയി. പിന്നെ ഞാൻ റിസൾട്ട് വന്നപ്പോഴാണ് കണ്ടത് എനിക്ക് CA മാർക്ക് 19 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി എൻ്റെ 1 മാർക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സുവോളജി സാറ് പറഞ്ഞ പോലെ എനിക്ക് +2 എത്തിയപ്പോൾ 3A+ആയി. 4A+ ഉണ്ടായിരുന്നത് 3A+, 3Aയിലോട്ടായി. അപ്പോഴേ ഞാൻ ഓക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പഠിച്ചതേ എനിക്ക് കിട്ടി, അത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഫുൾ A+ ഒന്നും വേണമെന്ന് എനിക്കില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ നീറ്റിന് പോയത്. അതെല്ലാം കഴിഞ്ഞ് ഓക്കെ, നമ്മളിപ്പോൾ ബാക്ക് ടു ദ സ്റ്റോറി. നമ്മളെവിടെ എത്തി? നമ്മൾ ഗൈഡെല്ലാം വായിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മയുടെ ഇന്നടക്ക് പോയി പറഞ്ഞു, ഇന്നടക്ക് നമുക്ക് പുറത്തോട്ട് നോക്കാം, ഓക്കെ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ പോയി പറഞ്ഞു, എന്തിനാ വെറുതെ, എനിക്ക് ഫിസിക്സ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാൻ പോകുന്നില്ല. ഫിസിക്സ് ഒക്കെ എത്ര പഠിച്ചാലും എൻ്റെ തലയിൽ നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, നമുക്ക് പുറത്തോട്ട് പോവാം. അല്ലാതെ ഈ വെറുതെ വർഷങ്ങൾ പോകുന്നില്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഫിസിക്സ് ഒക്കെ അറിയാമല്ലോ, നീറ്റിൻ്റെ ഇത്. കാരണം ഒരു ക്വസ്റ്റ്യന് ഇത്രയും ലെന്ത് കാണും. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നമ്മളുടെ തലമണ്ടയിലോട്ട് എടുക്കണമെങ്കിൽ തന്നെ 1-2 മിനിറ്റ് വേണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് നീറ്റുകാർ നമുക്ക് തരുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാ? ഐ ഡോണ്ട് നോ. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ആദ്യം പറഞ്ഞു, ഓ വേണ്ട, നോക്കണ്ട ആ ഒരു ഇത്. അപ്പം എൻ്റെ ഒരു തുറപ്പിച്ചിട്ട് ആരാന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവൻ്റെ ചേട്ടനുമാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ഉക്രൈനിലൊക്കെ പഠിച്ചതാണ്. ഉക്രൈനിൽ വാറായതുകൊണ്ട് അവിടെ നിന്ന് ഉസ്ബെക്കിസ്ഥാനിൽ ബുഹാറയിൽ വന്നിട്ട് അവിടെ നിന്ന് പഠിച്ചിറങ്ങി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി പറഞ്ഞു, അമ്മ കണ്ടില്ലേ, ഗൂഗിളിൽ പോയില്ലേ, നമുക്ക് അങ്ങനെ പോവാം, തിരിച്ച് വരാം, ഇവിടെ വന്ന് എക്സാം എഴുതി പാസ്സായാൽ പോലെ. അപ്പം ഞാൻ പുള്ളീനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം പുള്ളി പോയത് കണ്ടില്ലേ, ഇപ്പം തിരിച്ച് വന്നില്ലേ, നോക്ക് വെറുതെ ഇയർ കളയണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയെ ലാസ്റ്റ് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുത്തു. പിന്നെ ആ ചേട്ടനെ കൊണ്ട് അമ്മേനെ വിളിച്ച് സംസാരിപ്പിച്ചു. ആ ചേട്ടനോട് ഞാൻ സംസാരിച്ചു. അങ്ങനെ ഫുള്ള് ടോക്കിംഗ് ആയി. ആ ചേട്ടൻ അപ്പോൾ ഒരു ഏജൻറ്റിൻ്റെ നമ്പർ തന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഡിഗ്രിയായി. അങ്ങനെ അമ്മ ഓക്കെ പറഞ്ഞിട്ടാണ് അമ്മയാണ് അച്ഛനോട് പോയി പറയുന്നത് ഇന്നടക്കാതെ. ആദ്യമൊക്കെ അച്ഛൻ ഓർത്തു ഓക്കെ എനിക്കും അമ്മക്കും പൊട്ടത്തരം എന്തോ ചെന്ന് പറയുന്നതാണ്. അച്ഛനധികം ചെവിയിലോട്ട് പോലും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി രണ്ടുപേരും കാര്യത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനും ഓക്കെ പൊക്കോ. പിന്നെ ചേട്ടനെന്ന് പറഞ്ഞാൽ എവിടെ വെള്ളം വിട്ടോ, നിങ്ങളുടെ പൈസ നിങ്ങളുടെ മോളെ, ആ ഒരു ഇതാണ്. സോ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നമ്മളങ്ങനെ അവരോട് സംസാരിച്ചു. അപ്പം ഞാൻ ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ നോക്കുന്നത് തഷ്കന്താണ്, ഞാൻ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തഷ്കന്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൽ വഴിയേ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ആ ഇൻ്റർവ്യൂ നമുക്ക് പാസ്സാവണം. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ താഷ്കന്ത് മെർജ് ചെയ്യുന്ന ടൈമായിരുന്നു. 3 ഹോസ്പിറ്റലുണ്ട് താഷ്കന്തിൽ. പീഡിയാട്രിക് ഉണ്ട്, ഡെൻറ്റലുണ്ട്, സാധാ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഇത് 3 കൂടെ മെർജ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് നല്ല ടൈം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇൻ്റർവ്യൂക്ക് നല്ല ലേറ്റായിട്ടാണ് ഇൻ്റർവ്യൂ തുടങ്ങിയത്. ക്ലാസ് തുടങ്ങിയത് നല്ല ലേറ്റായിട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ തുടങ്ങുന്ന ക്ലാസ് ഞങ്ങൾക്ക് തുടങ്ങിയത് നവംബറിലായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ തന്നെ ഇപ്പം കാണും, ഈ ആഴ്ച കാണും, ഈ മാസം കാണുമെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ലാസ്റ്റ് കുറേ ലാഗായിട്ടാണ് ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് പിന്നെ നീറ്റിൻ്റെ ആ ബുക്കൊക്കെ തിരിച്ച് ഫ്ലിപ്കാർട്ടിൽ റിട്ടേൺ അടിച്ചു. അപ്പോൾ ഓർത്തേ 14 ദിവസം അപ്പോൾ റിട്ടേൺ പോളിസി ഉള്ളൂ. നമ്മളുടെ ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. 14 ദിവസത്തിനുള്ളിൽ ഞങ്ങളിത് ഡിസിഷൻ എടുത്തു, ബുക്ക് തിരിച്ചയച്ചു. നമ്മൾ നേരെ ഇനി അബ്രോഡ് MBBS ചൂസ് ചെയ്തു. ഇനി അതിൻ്റെ പുറകിലായിട്ടായിരുന്നു എൻ്റെ ഒരു പോക്ക്. പിന്നെ അടുത്ത ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ പാസ്സാവണം. അപ്പോൾ നമുക്ക് ഓൾറെഡി അവർ മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന ക്വസ്റ്റ്യനാണ്. +1 +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. അതിൽ ഫിസിക്സ് അധികം ചോദിക്കത്തില്ല. കെമിസ്ട്രിയും ബയോളജിയും ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇൻ്റർവ്യൂ ഉള്ളതെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. ഒരു 300 എത്രയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ എഴുതി, A4 സൈസ് പേപ്പറിൽ എഴുതിയാണ് ഞാനത് എല്ലാം പഠിച്ചെടുത്തത്. അങ്ങനെ അത് ഫുള്ള് പഠിച്ചു. നമുക്ക് ലാസ്റ്റ് ഇൻ്റർവ്യൂ സെക്ഷൻ എത്തി. അപ്പോൾ നമ്മളോട് നമുക്ക് മോക്ക് ഇൻ്റർവ്യൂസ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ കുറേ നേരം ആ ഗൂഗിൾ മീറ്റിൽ വെയിറ്റ് ചെയ്യണം, പെട്ടെന്ന് ആഡ് ആക്കുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ
ഒരു സ്റ്റഡി ആയിട്ട് ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നതിൽ തന്നെ ഇരിക്കണം. പെട്ടെന്ന് അവരടയ്ക്കുന്ന ടൈമിൽ നമ്മൾ ആ റൂമിലില്ല, ജസ്റ്റ് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെല്ലാം നമുക്ക് ഫുള്ളി ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ. അങ്ങനെ നമ്മളുടെ ഇൻ്റർവ്യൂ ആയി. എൻ്റെ ഇൻ്റർവ്യൂ ആയെന്ന് പറയുമ്പോൾ വൈകിട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് ആ ദിവസം നമ്മളോട് പറയും, ഇന്ന ദിവസം കുട്ടിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയും. പക്ഷേ ഇത്ര ഒരു 5:30 ആകുമ്പോൾ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ 5:30 കയറിയിരിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ ഈ ഫോൺ തന്നെയായിരുന്നു തോന്നുന്നു. ഇതേ ഫോണായിരുന്നു. അപ്പോൾ ഈ ഫോണിൽ ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ജനലിൽ കൊണ്ടുവെക്കുവേ. അപ്പോൾ ലൈറ്റ് വൈകിട്ട് രാത്രി ആകുമ്പോൾ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഈ ലൈറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ ബ്ലാക്കിഷ് ആയിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമാതിരി കുത്തും കുറിയൊക്കെ പോലെ ഇരിക്കും. അപ്പം ഒന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ ലാസ്റ്റ് ഐ തിങ്ക് ഇതല്ലായിരുന്നു എൻ്റെ അപ്പം ഇരുന്ന ഫോൺ. ഓക്കെ. അപ്പോൾ ഒട്ടും ഒരു ഇരുട്ടത്തിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ കയറിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് പുള്ളി കയറി. അത് പെട്ടെന്നായിരുന്നു കയറിയത്. പെട്ടെന്ന് കയറിയിട്ട് ഹലോ യു ആർ അഞ്ജന സെൻ. ഞാൻ പറഞ്ഞു യെസ്. അങ്ങനെ നമുക്ക് പിന്നെ ഇൻ്റർവ്യൂ എടുത്തു. 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 3 ബയോളജിന്നും 3 കെമിസ്ട്രിന്നും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ 4 റൈറ്റ് ഉത്തരവായ നമ്മൾ പാസ്സായി, നമുക്ക് അഡ്മിഷൻ കിട്ടും. 3 പോയാൽ പിന്നെ പോക്കാം. അതുകൊണ്ട് 2 നമുക്ക് തെറ്റി പറയാം, 4 കറക്റ്റായിട്ട് പറയണം. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം പറഞ്ഞ 2 തന്നെ തെറ്റിപ്പോയി, ബാക്കി പറഞ്ഞ 4 ശരിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പ്രൊഫഷണൽ അഡ്മിഷൻ ലെറ്റർ അവിടെ നിന്ന് അയച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി വെച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ ഓർത്തു കൊള്ളാം. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് തുള്ളിച്ചാടുമായിരുന്നു. കിട്ടി ഇൻ്റർവ്യൂ പാസ്സായി, ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കുക, വിടുക, പോവുക, പറക്കുക, അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇൻ്റർവ്യൂ പാസ്സായത് മാത്രം പോരാ, ആ ലെറ്റർ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. നമുക്ക് പറയുന്ന ടൈമിൽ നമ്മളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് അടച്ചാൽ മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻ ഉറപ്പാകത്തുള്ളൂ. അങ്ങനെ നമുക്കൊരു ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ പോകുമ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 9 lakhs 10 lakhs അടുത്ത് നമുക്ക് ചിലവാകുന്നുണ്ട്. കാരണം ടിക്കറ്റ് ചാർജ്, വിസ പ്രോസസ്സിങ്, പാസ്പോർട്ട് എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 10 lakhs അടുത്ത് നമുക്ക് പൊട്ടും. ഒരു 9 lakhs അത്രയൊക്കെ വരും എന്തായാലും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസും ഹോസ്റ്റൽ ഫീസും കൂടെ ഒരുമിച്ച് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യങ്ങളുണ്ടല്ലോ, ഏജൻസിയുടെ ഫീസ്, അതല്ലാതെ വിസ പ്രോസസ്സിങ്, റിന്യൂവൽ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ പൈസ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തത് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരു 2 lakh അത്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2.5 lakh എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അതും അടച്ചു. പിന്നെ നമുക്ക് ഓൾറെഡി 1 ഇയറിലേക്ക് ഫുള്ളാണ് ഹോസ്റ്റൽ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പോഴത്തേക്ക് അതിനുള്ള ഫീസ് വന്നിട്ടില്ലായിരുന്നു. പിന്നെ എക്സ്ട്രാ വരുന്നതാണ്. നമുക്ക് ഇനി അടുത്ത വർഷം തൊട്ട് ഇതിൻ്റെ ഫീസിനെ പറ്റി പറയുവാണെങ്കിൽ, അടുത്ത വർഷം തൊട്ട് ഫീസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സെമ്മിന്, അതായത് 3rd സെം തൊട്ട് ഒരു 1.5 lakh വരും. 1.5 ലക്ഷം രൂപയാണ് പെർ സെമ്മിന് ഇനി തൊട്ട് വരാൻ പോണത്. പിന്നെ 4th സെമ്മിനും അത് തന്നെ, 5th സെം, 6th സെം, അങ്ങനെ ഇനി ഒരു 6 വർഷത്തേക്ക് 1.5 ലക്ഷം വീതം 2 സെമ്മ്. അപ്പം 3 ലക്ഷത്തിൻ്റെ അടുത്ത്. അപ്പം 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഡോളർ വൈസ് ഇട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഡോളർ $1750 എനിക്കുള്ള ഫീസ്. പല ഏജൻസിക്കും പല ഇതായിരിക്കും കാണിക്കുന്നത്. അപ്പം എൻ്റെ ഇത് $1750. അപ്പം അത് അന്നത്തെ ഡോളർ റേറ്റ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1.25 വരാം, ചിലപ്പോൾ 1.5 വരാം, അങ്ങനെ വരും. അപ്പോൾ ഡോളർ റേറ്റിനനുസരിച്ചിരിക്കും ഫീസിൻ്റെ കാര്യങ്ങൾ. പിന്നെ വരുന്ന അങ്ങനെ ഒരു 6 വർഷത്തേക്ക്. പിന്നെ നമുക്ക് ഹോസ്റ്റൽ ഫീ വരുന്നത്, ഒരു വർഷത്തേക്ക് ഹോസ്റ്റൽ ഫീ വരുന്നത് $650 എന്ന് പറയുമ്പോൾ ഒരു 55,000 അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഇയർ നമുക്ക് $650 55,000 രൂപ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എക്സ്പെൻസാണ് വിസ റിന്യൂവൽ. നമുക്ക് 1 ഇയർ അവിടെ നിൽക്കണമെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ വേണം. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ കിട്ടണമെങ്കിൽ ഒരു ഇത്രയും തന്നെ ഡോളർ, $500 അടുത്ത്, അല്ല $250 അടുത്ത് വിസ പ്രോസസ്സിങ്ങിനും റിന്യൂവലിനും കൂടെ ഫുള്ള് ടോട്ടൽ $500 ആവുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു 50,000 നമുക്ക് പെർ ഇയർ പോകും. അപ്പോൾ ഫീസിൻ്റെ പുറമേ നമുക്ക് പോകുന്ന ചിലവുകളാണ് ഇതെല്ലാം. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ടിക്കറ്റ് ചാർജിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങോട്ട് പോയത് 17,000 രൂപയ്ക്കായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നത് 50,000 രൂപയ്ക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല റേറ്റ് ആയിരുന്നു. നമുക്ക് എയർലൈൻസ് ഒന്നും ഇല്ലായിരുന്നു.
കാരണം എല്ലാം അടച്ചു പൂട്ടിയിരിക്കുന്നതുകൊണ്ട്. എന്നിട്ട് നമ്മൾക്ക് വരുമ്പോൾ നല്ല റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടിക്കറ്റ് മാക്സിമം നമ്മൾ നേരത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ അധികം പൈസ ആവത്തില്ല. അപ്പോൾ അത് നമ്മളുടെ റേഞ്ച് മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. ഓക്കെ, പിന്നെ വരുന്ന എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഫുഡ്, ലൈഫ് സ്റ്റൈല്. ഫുഡ് വരുവാണെങ്കിൽ ഞാൻ സെൽഫ് കുക്കിംഗ് ആണ്. അപ്പം എനിക്ക് ആഴ്ചയിൽ നമ്മൾ സാധനം വാങ്ങും, ഫുഡ് ഉണ്ടാക്കും, കഴിക്കും, ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു ഓൾറൗണ്ട് അധികം നമ്മൾ എക്സ്പെൻസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരു 4000 നമുക്ക് അവിടെ സുഖമായിട്ട് പച്ചക്കറിയും ചിക്കനൊക്കെ വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കാം. അതല്ല നമുക്കിങ്ങനെ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ് എല്ലാം കൂടുതൽ കഴിക്കുന്ന ആളാണ്, അല്ല ഡ്രസ്സൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും അപ്പോൾ വേറെ ഇതാവും. അപ്പോൾ ഒരു കൂട്ടിക്ക് ഒരു 8000 ഒക്കെ വീതം പോകുമായിരിക്കും ഒരു മന്ത്. അങ്ങനെയാണ് പോകുന്നത്. ഇനി അവിടെ മെസ്സുണ്ട്. സെൽഫ് കുക്കിങ് മാത്രമല്ല, മെസ്സിന് വരുന്നത് 3 നേരം ഫുഡ് വേണമല്ലോ ഒരു 10,000 സംതിങ് എന്തോ വരുന്നുണ്ട് ഒരു മാസത്തേക്ക്. 2 നേരമാണെങ്കിൽ എന്തോ 9,000 7,000 സംതിങ് എന്തോ ആണ് ആവുന്നത്. അങ്ങനെ എന്തോ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. മെസ്സ് എന്തായാലും ഒരു മാസത്തേക്ക് എന്തോ 10,000 എന്തോ ആണ്. ഇതുപോലെ തന്നെയാണ് അവിടെ വാടകയ്ക്ക് നിൽക്കുന്നതിനും റെൻ്റ് എടുക്കുവാണെങ്കിലും PG പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിലും എല്ലാത്തിനും അവിടെ ഒരു 10,000 മേളിലാവും ഒരു മാസം. കാരണം അവിടെ ഒരു മാസം അവർ പറയുന്ന ഡോളർ റേറ്റ് $100 മേളിൽ നമുക്ക് അവിടെ ഇത് വരുന്നുണ്ട്, റെൻറ്റ് വരുന്നുണ്ട്. മാക്സിമം $100 എന്ന് പറയുമ്പോൾ തന്നെ 10,000 രൂപ ആവും. ഓക്കെ, 10,000 അടുത്തെത്തും. അപ്പോൾ ഓർത്തെ $110 $120 എന്നൊക്കെ പറയുമ്പോൾ 12,000 രൂപ പെർ നമുക്ക് മന്ത് റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ചിലവിനെയൊക്കെ പറ്റി പറയുവാണെങ്കിൽ. പിന്നെ അവിടുത്തെ ചിലവെന്ന് പറയാനാണെങ്കിൽ സാധനങ്ങളുടെയൊക്കെ ഇവിടുത്തെ ഡബിൾ വിലയായിരിക്കും അവിടെ. എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഡബിൾ വിലയ്ക്കായിരിക്കും അവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ട്രിപ്പിൾ വിലയ്ക്കായിരിക്കും കിട്ടുന്നത്. അതപ്പോൾ സീസൺ അനുസരിച്ച് മാറിയൊക്കെ ഇരിക്കും. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ലൈഫ്. അത് ഓൾ ടോട്ടൽ നമ്മളൊരു 6 ഇയർ MBBS പഠിച്ച് നമ്മൾ തിരിച്ച് വരാൻ നേരത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് ടോട്ടൽ പോകുന്ന എക്സ്പെൻസാണ് ഒരു 36 lakhs അത്രയൊക്കെ പോകും. എങ്ങനെയായാലും പോകും. കാരണം നമുക്കൊരു 80 lakhsോളം നമുക്ക് ഫീസായിട്ട് പോകുന്നുണ്ട്. ബാക്കി ഫുള്ളിങ്ങനെ ചറപറ എക്സ്പെൻസ് പോകുന്നത് ട്രാവല്, അതുപോലെ തന്നെ ഫുഡ് എക്സ്പെൻസ്, ഹോസ്റ്റൽ എക്സ്പെൻസ്, അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഒരു 35 അടുത്ത് എന്തായാലും പോകും. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ എക്സ്പെൻസിനെ പറ്റി പറയുവാണെങ്കിൽ. ഇനി എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഏജൻറ്റിനെ കണ്ടുപിടിക്കാം. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഏജൻറ്റ് ആവണം. ആ ഏജൻറ്റ് വഴിയേ നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് നമുക്കൊരു അഡ്മിഷൻ പോയി അവിടെ ചെന്നെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് അവിടെ 2 മലയാളീസിൻ്റെ മെയിനായിട്ട്, മലയാളീസിലെ ഇന്ത്യൻസിനെ മെയിനായിട്ട് കൊണ്ടുവരുന്നത് 2 ടൈപ്പ് ഓഫ് സബ്യോ. ഇതാണ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നിയോ, അതുപോലെ തന്നെ ആക്സസൈഡ്. അപ്പം നിയോയിലാണ് ഞാൻ വരുന്നത്. നിയോയിൽ കരിയർ കെയർ എന്ന് പറഞ്ഞൊരു ഏജൻസി വഴിയാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ ഏജൻറ്റ് ഇതുവഴിയേ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ പോയിട്ടൊന്നും ഇന്ത്യൻ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ മെയിനായിട്ട് വന്നൊരു സംഭവം എനിക്ക് പറയാനുള്ളത് ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു കുട്ടി ബുഹാറിൽ മരിച്ചപ്പോൾ ഒരു ടോക്ക് നടന്നത്, ഉസ്ബെക്കിസ്ഥാനിൽ ഗേൾസും ബോയ്സും എല്ലാം ഹോസ്റ്റലിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഒരേ റൂമിലാണ്. അത് പൊട്ടത്തരമാണ്. കാരണം നമുക്ക് ഹോസ്റ്റൽ വരുന്നത് ഒരു വലിയ ഹോസ്റ്റൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഹോസ്റ്റലിൽ ചിലപ്പോൾ 4 floors ഉണ്ട്. അതാണ് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ 4 നില വരെ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഗേൾസാണ്, സെക്കൻഡ് ഫ്ലോറിൽ ഗേൾസാണ്, സെക്കൻഡ് ഫ്ലോറിൽ ബോയ്സ് ആണ്, തേർഡ് ഫ്ലോറിൽ ഗേൾസ്, 4th ഫ്ലോറിൽ ഗേൾസ്. ഈ 4th ഫ്ലോറിലാണ് ഞാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്ലോർ വെച്ചിട്ടാണ് നമുക്ക് ബോയ്സ് ഗേൾസ് എന്ന് വരുന്നത്. അതുമാത്രമല്ല ഈ ബോയ്സ് ചിലപ്പോൾ കുറവായിരിക്കും ഹോസ്റ്റലിൽ ഇരിക്കുന്ന ബോയ്സ്. അപ്പം ആ ബോയ്സ് കുറവുള്ള ബോയ്സുകൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു വലിയ ഹോസ്റ്റൽ പണിത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് ഗേൾസിൻ്റെ കൂടെ തന്നെ അവർ വരുന്നതാണ്. അവർക്ക് വേറെ ഫ്ലോറായിരിക്കും, അല്ലാതെ ഗേൾസും ബോയ്സും എല്ലാം കൂടെ ഒരു റൂമിൻ്റെ അകത്തല്ല. ഓക്കെ, ഇതെനിക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞത്. അങ്ങനെ ആയിരിക്കും. പിന്നെ അപ്പാർട്ട്മെൻറ്റ് അവിടെ കിട്ടും. അപ്പം മാറി താമസിക്കുന്നവരാണ് വേറെ ആൾക്കാർ. ഇപ്പോൾ റിലേഷനിലുള്ളവർ മാറി താമസിക്കുന്നതായിരിക്കും. അല്ലാതെ ഫ്രണ്ട്സായിട്ട് ഗേൾസ് അങ്ങനെ 4 പേരെടുത്ത് റൂമെടുത്ത് മാറി താമസിക്കുന്നവരും അവിടെ കാണും. ഓക്കെ, അടുത്തത് കൺട്രീനെ പറ്റി പറയുവാണെങ്കിൽ സേഫസ്റ്റ് കൺട്രീനെ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്തുകൊണ്ടും ഇന്ത്യനെക്കാട്ടും സേഫാണ്. കാരണം ഇന്ത്യയിൽ നടക്കുന്നതെല്ലാം നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ്, ദിനംപ്രതി ന്യൂസിൽ കൂടെ അറിയുന്നതാണ്. അതുകൊണ്ട് കൺട്രി സേഫാണ്. പിന്നെ ഈ ഇടയ്ക്ക് നടന്ന മർഡർ ആണെങ്കിൽ തന്നെ അത് അവിടെയുള്ള ആരും ആ കുട്ടീനെ ഉപദ്രവിച്ചതല്ല, ഇവിടുന്ന് പോയ ആൾക്കാരാണ് ആ കുട്ടീനെ ഉപദ്രവിച്ച് കൊന്നത്. ഓക്കെ,
അതുകൊണ്ട് കൺട്രി ഈസ് നോട്ട് ബാഡ്. നമുക്ക് ആവശ്യത്തിന് സേഫ് ഉണ്ട്. പിന്നെ നൈറ്റ് ലൈഫൊന്നും ഇല്ല അങ്ങനെ. എല്ലാവരും നൈറ്റായാൽ ഉറങ്ങുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് 9 മണി കഴിഞ്ഞ് നമുക്ക് ഹോസ്റ്റലിൽ കയറണം. 9 മണിക്ക് ഹോസ്റ്റലിൽ കയറണം. പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് വെളുപ്പിനെ ഹോസ്റ്റലിൽ നിന്ന് പോവാം. ഇതാണ് ഹോസ്റ്റലിൻ്റെ ടൈമിങ് വരുന്നത്. ഇനി ഇതിനെ പറ്റിയിട്ട് എന്താണ് അവിടുത്തെ സ്റ്റഡീസിനെ പറ്റിയിട്ടായാലും ഫീസിനെ പറ്റിയിട്ടായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കൊള്ളിക്കാനുള്ളത്. കാരണം എല്ലാം റെഡി ആയില്ലേ. വേണമെങ്കിൽ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നീറ്റ് ക്വാളിഫൈഡ് ആവണം. പോയിൻ്റാണ്, നീറ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് പുറത്തു പോയി പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പറ്റത്തുള്ളൂ എന്നല്ല, പറ്റും. പക്ഷെ തിരിച്ച് വന്നിട്ട് FMG എഴുതണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഡോക്ടറായിട്ട് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് പോകാൻ നേരത്ത് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ FMG എന്ന് പറഞ്ഞ സംഭവത്തിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ ഓപ്ഷനായിട്ട് USMLയോ പ്ലാബോ പഠിക്കേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നീറ്റ് ക്വാളിഫൈഡ് ആവണം. ജസ്റ്റ് ക്വാളിഫൈഡ് ആയാൽ മതി. സെക്കൻഡ് പോയിന്റ് വരുന്നത്, ഈ താഷ്കന്താണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇൻ്റർവ്യൂ മസ്റ്റായിട്ട് പാസ്സാവണം. അവർ പറയുന്ന പോലെ തന്നെ ഫീസ് കാര്യങ്ങളെല്ലാം അടച്ചാലേ നമുക്കവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.